ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രമേയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കോടതിയിൽ വെച്ച് വലിയ തിരിച്ചടിയാണ് രാഘവനുണ്ണിക്ക് നേരിടേണ്ടി വന്നത്. അയാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കോടതിയിൽ വെച്ച് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ ദേഷ്യവും അമർഷവും എല്ലാം രാഘവനുണ്ണിയുടെ മനസ്സിൽ നീറിപ്പുകയുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് തീർക്കുക. എന്താണെങ്കിലും ഇന്ന് കോടതി മുറിയുടെ പുറത്ത് വന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് രാഘവനുണ്ണി നടത്തിയിട്ടുള്ളത്. അപ്പോൾ രാഘവനുണ്ണി നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലിയോട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ജയിച്ചു എന്ന് കരുതി നീ വലിയ നകളിക്കൊന്നും വേണ്ട, ഇത് താൽക്കാലികം മാത്രമാണ്. കാരണം മുരളി എന്ന് പറഞ്ഞ യുവാവ് ഇനിയും വന്ന് ഇതേ മൊഴി കൊടുത്താലല്ലേ നീ ജയിക്കത്തുള്ളൂ. പാവം, അവൻ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്ത് കളഞ്ഞാൽ, എന്തെങ്കിലും എഴുതി വെച്ച്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറ്റിയാലോ. അതായത് കൃത്യമായ ഭീഷണി മുഴക്കുകയാണ് രാഘവനുണ്ണി. അതായത് ഇനി സാക്ഷി പറയാൻ വേണ്ടിയിട്ട് മുരളി ഒരിക്കലും കോടതിയിലേക്ക് എത്തില്ല, മുരളിയെ ഇല്ലാതാക്കും എന്ന രീതിയിൽ ഒരു വധഭീഷണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഘവനുണ്ണി നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി അങ്ങ് ഞെട്ടിപ്പോകും കേട്ടോ. കാരണം മുരളിയെ തീർത്തു കളയും എന്നാണ് രാഘവനുണ്ണി പറയുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ എങ്കിലും അഞ്ജലി ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അഞ്ജലി വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ അഞ്ജലിയും തിരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഈ കേസിൽ താൻ തോക്കുന്ന ഒരു ദിവസം വരും. താൻ, അതായത് രാഘവനുണ്ണി ഇപ്പോൾ കുറച്ച് വെല്ലുവിളികളൊക്കെ നടത്തിയല്ലോ, അതുപോലെ താനും ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അത് മറന്നുപോയെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കാം. അതായത് ആദ്യമായി കോടതി മുറിയിൽ തോൽവി ഏറ്റുവാങ്ങുന്ന ദിവസത്തോടു കൂടിയിട്ട് ഈ അഡ്വക്കേറ്റ് പണി അങ്ങ് നിർത്തിക്കളയും എന്നൊരു ഡയലോഗ് രാഘവനുണ്ണി അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വക്കീൽ കുപ്പായം ഈ പത്മ കേസിൽ തോറ്റു പോവുകയാണെങ്കിൽ എന്നേക്കുമായി ഉപേക്ഷിക്കും എന്നൊരു വെല്ലുവിളിയാണ് അന്ന് അഞ്ജലിയോട് രാഘവനുണ്ണി നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം അഞ്ജലി ഇന്ന് രാഘവനുണ്ണിയെ ഓർമ്മിപ്പിക്കും കേട്ടോ. അപ്പോൾ രാഘവനുണ്ണി പറയും, അത് കേസ് തോറ്റാലല്ലേ, അതപ്പം നോക്കാം മോളെ എന്നൊക്കെ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടാണ് ഇന്ന് കോടതി മുറിയുടെ മുറ്റത്ത് നാടകീയമായ രംഗങ്ങളൊക്കെ അരങ്ങേറിയത് കേട്ടോ. എന്താണെങ്കിലും അങ്ങനെ സംഭവങ്ങളൊക്കെ അവിടെ നടന്നു. പക്ഷെ നമുക്ക് മനസ്സിൽ ഇപ്പോഴും വിങ്ങലായിട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് അർജുൻ്റെ കാര്യമാണ്. അർജുൻ്റെ മനസ്സ് ഒരുപാട് നോവുന്നുണ്ട് കേട്ടോ. കാരണം അഞ്ജലി തൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പറയുവാനായിട്ട്, കേൾക്കുവാനായിട്ട് ഒരു രീതിയിലും അഞ്ജലി കൂട്ടാക്കുന്നില്ല. അതിൻ്റെ വളരെയധികം സങ്കടത്തിലാണ് നമ്മുടെ അർജുനുള്ളത് കേട്ടോ. അപ്പം ഇന്നും പറയാനായിട്ട് ശ്രമിക്കുമെങ്കിലും അഞ്ജലി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും. അഞ്ജലി ഒഴിഞ്ഞു മാറിയിട്ട് പത്മേനെ കൊണ്ടുപോകുന്ന കേസ് പത്മേനെ വേഗം കൊണ്ടുപോയിക്കോ, എനിക്കിന്ന് പെണ്ണ് കാണാനായിട്ട് ഒരാൾ വരും, അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുക, ഒരു മാസത്തിനകം കല്യാണം നടക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇന്നും വളരെ സങ്കടം തോന്നും നമ്മുടെ അർജുനെ കാണുമ്പോൾ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പോവും. അത് കഴിഞ്ഞ് പത്മേനെയും കൊണ്ട് നമ്മുടെ അർജുൻ അമ്പാടിയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. കാരണം സുരക്ഷിതമായ വേറെ ഒരു സ്ഥലവും ഇല്ല. ഇപ്പോൾ അമ്പാടിയുടെ അവിടെ അളിയൻ പോലീസുകാരൻ ഇപ്പോൾ അവിടെ ഇല്ല തന്നെ. അപ്പോൾ സുരക്ഷിതമായി അമ്പാടിയുടെ വീട്ടിൽ തന്നെ പത്മയെ നിർത്താൻ പറ്റുമെന്ന രീതിയിൽ അർജുനെ മനസ്സിലാക്കുന്നു. അങ്ങനെ പത്മേനെയും കൊണ്ട് പോകും. ആ സമയത്തൊക്കെ അർജുൻ്റെ മനസ്സിൽ അഞ്ജലിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പത്മയുടെ ഒന്നും മിണ്ടത്തില്ല, വളരെ വിഷമത്തിലിരിക്കും. അപ്പോൾ പത്മ അച്ചുവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്, അങ്ങനെ കുറേ നിർബന്ധിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നോക്കുക. അവസാനം അർജുൻ വണ്ടി നിർത്തും. എന്നിട്ട് പറയും, പത്മയ്ക്ക് എന്താണ് അറിയേണ്ടത്, ചോദിക്കും പത്മ എന്ന് പറയും. അപ്പോൾ പത്മ ചോദിക്കും, എന്താണ് അച്ചുവേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്, അഞ്ജലി ചേച്ചിയാണ് കല്യാണം, അതായത് ഇന്ന് പെണ്ണ് കാണാനായിട്ട് ആൾ വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അച്ചുവേട്ടൻ എന്താണ് ഒന്നും മിണ്ടാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പത്മ ചോദിക്കും കേട്ടോ. അപ്പോൾ അർജുൻ വളരെ വിഷമത്തോട് പറയും, ഞാൻ എന്ത് പറയാനാ പത്മേ, ഞാൻ ഈ ആദ്യം മുതലേ എനിക്ക് അഞ്ജലിയെ ഒരുപാട് ഇഷ്ടമായിരുന്നുവെങ്കിലും ഞാൻ രാഘവനുണ്ണിയുടെ മകനാണ് എന്ന് തുറന്ന് പറയുവാനായിട്ട് എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. കാരണം ഞാനത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അഞ്ജലിയെ നഷ്ടമാകുമോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റാതിരുന്നത്. പക്ഷെ അവസാനം ഇങ്ങനെയൊക്കെയായി. ഇപ്പോൾ കണ്ടില്ലേ, വേറൊരാൾ കല്യാണം ആലോചിച്ച് വരുന്നു, അവർ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അഞ്ജലി അതിന് റെഡിയായി കഴിഞ്ഞു. ഞാനിനി എന്ത് പറയാനാ,
എന്ത് പറയാനാണ്, എല്ലാം എൻ്റെ ഒരു വിധിയാണ്. അങ്ങനെയൊക്കെ അർജുൻ പത്മയോട് വളരെയധികം സങ്കടത്തിൽ പറയും കേട്ടോ. നമുക്ക് ശരിക്കും തന്നെ പാവം തോന്നും കേട്ടോ. അപ്പോൾ ഇന്ന് അർജുൻ്റെ ഒരു കേസ്, അർജുന് അഞ്ജലിയും തമ്മിലൊന്നും മിണ്ടാൻ പറ്റാത്തതും കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റാത്തതൊക്കെ ശരിക്കും പറഞ്ഞാൽ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡൊക്കെ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് അഞ്ജലി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ആള് കുറേ ഗുണ്ടകളെ കൂടി അടിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് അഞ്ജലി ഇടപെടും. അങ്ങനെ ഗുണ്ടകളൊക്കെ അടിച്ച് ഓടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ വേറൊരു ജീപ്പ് വന്ന് അതിൽ കയറിയിട്ട് ഗുണ്ടകളൊക്കെ ഓടിപ്പോവും. പക്ഷെ അടികൊണ്ട ആളാണ്, ഫുള്ള് ബ്ലഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അയാൾ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. കാരണം അയാൾ ബോധം കെട്ട ഒരു അവസ്ഥയിലാണ്. ആകെ ഒരു ഭീകരാവസ്ഥയാണ് ഉള്ളത് കേട്ടോ. എന്താണെങ്കിലും അഞ്ജലി അവിടെ വന്ന് ഇടപെട്ടത് കൊണ്ട് അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. അത് ആരാണ് എന്താണ് എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. എന്താണെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും പുതിയ പ്രൊമോയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വന്ന പ്രൊമോയിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് കുറുപ്പിൻ്റെ ഭാര്യ കാർത്തികിനോടും കൂട്ടുകാരോടും പറയുകയാണ്, നിങ്ങൾ ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിക്കും. നിങ്ങൾ ആദ്യം മുതലേ തെറ്റുകളാണ് ചെയ്യുന്നത്. ഈ കേസിൽ, ഈ പത്മ കേസിലെ ഏറ്റവും അവസാന വിജയം അഞ്ജലിയുടേതായിരിക്കും, അഡ്വക്കേറ്റ് അഞ്ജലിയുടെ. നിങ്ങൾക്ക് ശിക്ഷ കിട്ടാതിരിക്കില്ല. നിങ്ങൾ എന്താണെങ്കിലും തോറ്റു പോകാനായിട്ടാണ് പോകുന്നത് എന്ന രീതിയിൽ കുറുപ്പിൻ്റെ ഭാര്യ പറയുകയാണ് കേട്ടോ. അപ്പോൾ കാർത്തിക്കാണ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്, കൂട്ടുകാരും ആകെ ഞെട്ടിയിരിക്കുന്ന ഒരു സീനാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൊമോയിൽ ആദ്യം കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും രണ്ടാമത് കണ്ട സീനുകൾ കുറച്ച് നമ്മൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അഞ്ജലി തിരിച്ചെത്തുമ്പോൾ, വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സീനാണ് കാട്ടുന്നത്. ആ സമയത്ത് അഞ്ജലിയുടെ ദേഹം മുഴുവൻ ബ്ലഡാണ്, കയ്യിൽ ബ്ലഡാണ്. ഇത് കണ്ട അമ്മ ആകെ പേടിച്ചു പോട്ടോ. എന്ത് പറ്റിയെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുന്ന ഒരു സീനാണ് നമ്മൾ രണ്ടാമത്തെ പ്രൊമോയിൽ കണ്ടത് കേട്ടോ. എന്താണെങ്കിലും അഞ്ജലി പിന്നീട് എന്താണ് പറഞ്ഞത് എന്നും നമുക്കൊരു വ്യക്തതയില്ല. അത് നാളെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എന്താണെങ്കിലും അതിനുശേഷം നമ്മൾ കാണുന്ന സീന്, അഞ്ജലി ഇങ്ങനെ വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ ശകുന്തളാമ്മ വന്നിട്ട് പറയുകയാണ്, നീ ഒന്ന് വേഗം റെഡിയാവ്, ആ ചെറുക്കനെ വീട്ടുകാർ കാണാൻ അവർ വരാറായി, നീ ഒന്ന് വേഗം റെഡിയാക് അഞ്ജലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ കിടന്ന് പറയുകയാണ്. അപ്പോഴും ഒരു വികാരവും ഇല്ലാത്തോടെ നമ്മൾ അഞ്ജലി ഇരിക്കുകയാണ് കേട്ടോ. കാരണം കുറച്ച് വെല്ലുവിളികൾ അഞ്ജലി അവിടെ അർജുനെ വേദനിപ്പിക്കാൻ രീതിയിൽ, ചെറുക്കൻ എന്നെ പെണ്ണ് കാണാനായിട്ട് ആൾ വരുന്നുണ്ടോ, കല്യാണം ഉടനെ ഉണ്ടാകുമെന്ന രീതിയിലൊക്കെ കുറച്ച് അർജുനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറഞ്ഞുവെങ്കിലും അഞ്ജലിയുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നമുക്കറിയാം അല്ലേ. പുള്ളിക്കാരിയുടെ മനസ്സിൽ വേദനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് അമ്മ മനസ്സിലാക്കുന്നുമില്ല. എന്താണെങ്കിലും അങ്ങനെ കുറച്ച് സീനാണ്. ഏറ്റവും അവസാനം കാട്ടിയ സീൻ എന്ന് പറയുന്നത്, അമ്മ വീണ്ടും അഞ്ജലിയോട് പറയുകയാണ്, നീ ആ സാരിയും സംഭവങ്ങളൊക്കെ എടുത്തൊന്ന് ഒരുങ്ങി ഇരിക്കു പെണ്ണെ, അവരിപ്പം തന്നെ എത്തും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയുടെ പറയുന്ന സീനോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.